ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. അഴുക്ക് പിടിച്ച ഓട്ടുപാത്രങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ പൊടിയുപ്പ്, ഒരല്പം വിനീഗർ ഒഴിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഒരു നിലവിളക്കാണ് ക്ലീൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അധികം പാത്രങ്ങളുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഈ നിലവിളക്ക് ഉപയോഗിച്ച് അഴുക്ക് പിടിച്ചതല്ല കേട്ടോ, ഇത് ഉപയോഗിക്കാതെ അഴുക്ക് പിടിച്ചൊരു നിലവിളക്കാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനായി ചെറിയൊരു നിലവിളക്ക് തിരഞ്ഞ് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇത് പണ്ടുകാലത്ത് ഇവിടെ ഉപയോഗിച്ച മുത്തശ്ശിയുടെ ഒരു പഴയ നിലവിളക്കാണ്. ഇതിലേക്ക് നമ്മുടെ മിശ്രിതം നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല പോലെ അഴുക്കുണ്ട്, അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ വീണാസ് കറി വേൾഡ് ചാനലിലെ വീണ ചേച്ചിയില്ലേ, അവരുടെ ടിപ്പാണിത്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ സുലഭമായ മൈദയും ഉപ്പും വിനീഗറും മാത്രമേ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊന്ന് കഴുകി നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ മാജിക്. കല്ലുപ്പും പുളിയും ഉപയോഗിച്ചാണ് ഇവിടെ ഓട്ടുപാത്രങ്ങൾ കഴുകാറ്. എൻ്റെ അമ്മയും മുത്തശ്ശിയും എല്ലാവരും അങ്ങനെയാണ് കഴുകാറ്. പിന്നെ ചിലർ ചെങ്കൽ പൊടി ഉപയോഗിച്ച് വിളക്ക് കഴുകുമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തായാലും അത്ര നല്ല കാര്യമല്ല, വിളക്കെല്ലാം വരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഓട്ടുപാത്രങ്ങൾ കഴുകാനായിട്ട് ഏതൊരു രാസ പദാർത്ഥം നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുമെന്നും പറയുന്നു. പക്ഷെ അതെല്ലാം കൈക്ക് കേടാണ്. ഇതാകുമ്പോൾ നമ്മൾ പേടിക്കാനേ ഇല്ല, കൈ കേടുവരികയേ ഇല്ല. നമുക്ക് അകത്തെല്ലാം നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കത് വെള്ളമൊന്നും ഉപയോഗിക്കാതെ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഒരുപാട് അഴുക്കുണ്ട് ഈ നിലവിളക്കിൽ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രഷർ ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും. സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് തേച്ച ശേഷം സ്ക്രബ് ചെയ്ത ശേഷം നമുക്കിനി വെള്ളത്തിൽ കഴുകിയെടുക്കാം. വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ ഒന്നുകൂടി വൃത്തിയാകും. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ടാവും. ഇപ്പം നമ്മൾ വെള്ളം ഉപയോഗിച്ചാണ് കഴുകുന്നത്. ഈ നിലവിളക്കിൻ്റെ കളർ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? ഇതാണ് ഈ മിശ്രിതത്തിൻ്റെ ഒരു മാജിക്. നമുക്കിനി ഇതിനെ ഒന്ന് ഡിഷ് വാഷ് ഉപയോഗിച്ച് കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ നിലവിളക്ക് നല്ല പോലെ ഒന്ന് തിളങ്ങാൻ തുടങ്ങും. കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങൾ ഇതുപോലെ ഒന്ന് കഴുകി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തിയാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അവരുടെ ഓട്ടുപാത്രങ്ങൾ കൂടി ഒന്ന് തിളങ്ങട്ടെ. ഞാനിപ്പം സാധാരണ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അധികം അഴുക്കില്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ നമുക്കെല്ലാം കഴുകിയെടുക്കാം. നേരത്തെ കണ്ട നിലവിളക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊന്ന് നോക്കിയാലോ? ഇതാണ് നമ്മുടെ പഴയ നിലവിളക്ക്. ഈ നിലവിളക്കാണ് ഇപ്പോൾ ഈ രൂപത്തിലായത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഈ വിളക്കിനെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം സെറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്